ലോകത്തെ മുഴുവൻ കത്തോലിക്ക വിശ്വാസികളുടെയും ആത്മീയ നേതാവാണ് പോപ്പ് പറഞ്ഞു ട്രംപ് ഈ കാട്ടുന്ന കുടിയേറ്റ വിരോധം അത് ക്രൈസ്തവമല്ല, അങ്ങേയറ്റം മാനവരാശിക്ക് ഹാനികരമാണ് എന്ന് പറഞ്ഞു. ട്രംപ് വിട്ടില്ല. ട്രംപിന്റെ ഇമിഗ്രേഷൻ സാർ എന്ന് വിളിക്കുന്ന ഇമിഗ്രേഷൻ ചുമതലയുള്ള ടോം ഹോമൻ അപ്പോൾ തന്നെ തിരിച്ചടച്ചു. വത്തിക്കാന് ചുറ്റും വലിയ മതില് കെട്ടി അവിടേക്ക് ആരെയും കയറ്റാതെ, ആരെങ്കിലും അവിടെ കയറിയാൽ അനധികൃതരാണ് എന്ന് പറഞ്ഞ് ജയിലിൽ അടച്ച് പോപ്പ് സുരക്ഷ ഒരുക്കിയതിന് ശേഷം അമേരിക്കയോട് അത് ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുതരം ധാർമ്മികതയാണ് എന്നാണ് ഹോമൻ ചോദിച്ചത്. ട്രംപ് പറഞ്ഞിട്ട് തന്നെ ചോദിച്ചതാണെന്ന് തീർച്ച. മാത്രമല്ല, അമേരിക്ക ഒരു കത്തോലിക്ക രാജ്യമല്ല. കത്തോലിക്ക സഭ അവിടെ ശക്തമാണെങ്കിലും അമേരിക്കയെ സ്വാധീനിക്കുന്നത് പ്രോട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയാണ്. അല്ലെങ്കിൽ രണ്ട് കത്തോലിക്കർ മാത്രമേ അമേരിക്കയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അമേരിക്കയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവരുടെ 11 പ്രസിഡന്റുമാരും എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ അംഗങ്ങളായിരുന്നു. രണ്ടാമത് 8 പ്രസിഡന്റുമാരെ സമ്മാനിച്ചത് പ്രെസ്ബിറ്റേറിയൻ ചർച്ചുകാരാണ്. പ്രെസ്ബിറ്റേറിയൻ. ഈ ട്രംപ് അടിസ്ഥാനപരമായി പ്രെസ്ബിറ്റേറിയൻ ആണെങ്കിലും പിന്നീട് അത് നിഷേധിച്ചു. അദ്ദേഹം സ്വതന്ത്ര വിശ്വാസമുള്ള ആളാണ്. ട്രംപ് വലിയ വിശ്വാസിയാണ്, ബൈബിൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. സ്വതന്ത്ര സഭാവിശ്വാസം. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റൽ സഭകൾ വലിയ തോതിൽ ട്രംപിനെ സ്വാധീനിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുമായി ഇടയുക എന്ന് പറയുന്നത് ട്രംപിനൊരു വിഷയമല്ല. കത്തോലിക്ക വിശ്വാസി അല്ലാത്തടത്തോളം കാലം ട്രംപിന് അത് ഗൗരവമായി കാണേണ്ട കാര്യമില്ല. ട്രംപ് തന്റെ നിലപാടുമായി മുമ്പോട്ട് പോകും.